നമസ്കാരം. ടാൽഡ്രോപ്പിന്റെ മിഷൻ അട്ടപ്പാടിയുടെ ഭാഗമായ അട്ടപ്പാടിയിലെ ടെക്കീസ് പാർക്കിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി അട്ടപ്പാടിയിലേക്ക് വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും ലഭ്യമാക്കി അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ലക്ഷ്യമിടുന്നതാണ് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ടാൽഡ്രോപ്പിന്റെ മിഷൻ അട്ടപ്പാടി. പിന്നാക്കമെന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു പ്രദേശത്തെയും ജനസമൂഹത്തെയും കൃത്യമായൊരു മാസ്റ്റർ പ്ലാനിലൂടെ ശാക്തീകരിച്ച് രാജ്യത്ത് തന്നെ ഒരു മോഡൽ ഒരുക്കുക എന്നതാണ് മിഷൻ അട്ടപ്പാടിയുടെ ടാൽഡ്രോപ്പ് ലക്ഷ്യമിടുന്നത്. ഈ ദൗത്യത്തിൻ്റെ നെടും തൂണാണ് അട്ടപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ച ടാൽഡ്രോപ്പിൻ്റെ ടെക്കീസ് പാർക്ക്. ടെക്കീസ് പാർക്കിലൂടെ അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹത്തിൽ നിന്നും ടെക്നോളജി പ്രൊഫഷണലുകളും അനവധി സംരംഭകരും വളർന്നുവരുമെന്നാണ് കരുതുന്നത്. മിഷൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മണപ്പുറം ഫിനാൻസ് ഗ്രൂപ്പും ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിക്കുന്നു. അട്ടപ്പാടി പ്രദേശത്തിന്റെ മുഴുവൻ സവിശേഷതകളെയും പരിഗണിച്ചും പരിമിതികളെ അതിജീവിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയുമാണ് മിഷൻ അട്ടപ്പാടി ടാൽഡ്രോപ്പ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ, സംരംഭകത്വം, തൊഴിൽ എന്നിവയിലൂന്നിയാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. സ്കിൽ ഡെവലപ്മെന്റിന് അവസരമൊരുക്കുന്ന എഡ്യൂക്കേഷൻ ഹബ്ബും ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജമാക്കുന്ന ടെക്നോളജി ഹബ്ബും അട്ടപ്പാടിയുടേത് മാത്രമായ വിഭവങ്ങളെ അട്ടപ്പാടിയിലെ നിവാസികളിലൂടെ തന്നെ ലോക മാർക്കറ്റിലെത്തിക്കുന്ന ഇ കൊമേഴ്സ് ഹബ്ബും അട്ടപ്പാടിയുടെ ടൂറിസം സാധ്യതകളെ ലോക ടൂറിസം മാപ്പിലേക്ക് എത്തിക്കുന്ന ടൂറിസം ഹബ്ബും അട്ടപ്പാടിയുടെ തനത് കാർഷിക സംസ്കൃതിയുടെ തനിമ നഷ്ടപ്പെടാതെ മോഡേൺ ഫാമിംഗ് ടെക്നോളജിയുമായി സംയോജിപ്പിക്കുന്ന അഗ്രികൾച്ചർ ഹബ്ബുമെല്ലാമാണ് മിഷന്റെ ഭാഗമായി സജ്ജമാക്കി വരുന്നത്. അട്ടപ്പാടി ജനസമൂഹത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമിട്ട് അനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ചാണ് ടാൽഡ്രോപ്പ് മിഷൻ അട്ടപ്പാടി പ്രായോഗിക തലത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അട്ടപ്പാടിയിൽ ഒരുപാട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായിട്ട് വിവിധ ഊരുകളിലുണ്ട്. ഏകദേശം 192 ഹാംലെറ്റിൽ പല സ്ഥലത്തും ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അവരിൽ നിന്ന് മാക്സിമം ഒരു 400 പേരെ എടുത്ത് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് അവർക്ക് അതിനോടൊപ്പം തന്നെ ഡിഗ്രി പഠിക്കാനുള്ള സംവിധാനം, ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി എല്ലാം ഉണ്ടാക്കുക. ഇതോടുകൂടി ഇപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ആശയമായി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു 100 പേർക്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തും. അതായിരിക്കും APJ അബ്ദുൽ കലാം സ്കൂളിലെ ടാൽഡ്രോപ്പിൻ്റെ ടെക്കീസ് പാർക്കിലുള്ള ന്യൂ പ്രോജക്റ്റ്. ഒരു 100 പേര് കൂടി ഇതിൽ ആഡ് ആവുന്നുണ്ട്. 2021 അട്ടപ്പാടിയിൽ ടാൽഡ്രോപ്പ് ടെക്കീസ് പാർക്കിൻ്റെ ഫേസ് 1 പ്രവർത്തിച്ചു തുടങ്ങിയത്. അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പഠനത്തോടൊപ്പം ടെക്കീസ് പാർക്ക് വഴി ടെക്നോളജിയിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ പരിശീലനവും നൽകിയിരുന്നു. പരിശീലനം ലഭിച്ചവരിൽ 6 പേർ 2023 ടാൽഡ്രോപ്പിന്റെ IT വിങ്ങിൽ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി ജോലി നേടി. മിഷന്റെ ഭാഗമായി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ടെക്കീസ് പാർക്കിന്റെ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത്. ടെക്കീസ് പാർക്ക് അതൊരു വലിയ ചൂണ്ടുപലകയാണ്. നിങ്ങൾക്കല്ല, ഇങ്ങോട്ടേക്ക് പല വമ്പന്മാർക്കും വരാനുള്ള ചൂണ്ടുപലകയാണ്. ഗോത്രവർഗത്തിൻ്റെ ജീവിതം പുതുതായി വ്യാഖ്യാനിക്കാനും ആഖ്യാനം ചെയ്യാനുമുള്ള ഒരു വിപ്ലവാത്മകമായ ഒരു പദ്ധതിയാണ് അട്ടപ്പാടിയിൽ ഉമാപ്രേമന് തുടങ്ങി വയ്ക്കുവാൻ സാധിച്ചത്. ടെക്നോളജിയെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളോടെ തന്നെ അട്ടപ്പാടിയിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അടുത്തറിയാൻ കഴിയുന്ന ടെക്നോളജി ഹബ്ബും നൂതന സംരംഭക സാധ്യതകളെ അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സംരംഭക ലോകത്തേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബും ടെക്നോളജി ഡ്രിവൺ വേൾഡിലേക്കുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന റിസർച്ച് ഹബ്ബും അട്ടപ്പാടിയിലെ ജനസമൂഹത്തെ കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹബ്ബുമെല്ലാമായി അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ടെക്കീസ് പാർക്ക് മാറും. ഇതുവഴി അട്ടപ്പാടിയിൽ നിന്നും ടെക്നോളജി പ്രൊഫഷണലുകളും അനവധി സംരംഭകരും വളർന്നു വരും. ഒരു സൊസൈറ്റിൻ്റെ എംപവർമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാൻ പവറിനെ പ്രോപ്പറായിട്ട് സ്കിൽഡ് ആക്കുക എന്നും കൂടി ഉള്ളൊരു ഘടകം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിലാണ് ടാൽഡ്രോപ്പ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇപ്പം അട്ടപ്പാടിയെ സംബന്ധിച്ചോളം അട്ടപ്പാടിയിൽ ഒരുപാട് പ്രൊഡക്ട്സുകളും അട്ടപ്പാടി ടൂറിസം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ ബിസിനസ്സുകളാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ യൂത്തിനെ തന്നെ ആ ഒരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കണം. ആ കേപ്പബിൾ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടെക്കീസ് പാർക്കിലൂടെ എന്ത് ചെയ്യുന്നത്, ഇവരെ നമ്മൾ സ്കിൽഡ് ആക്കുന്നത്.
അട്ടപ്പാടി ജനസമൂഹത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നൂതന പദ്ധതികളെ മണപ്പുറം ഫിനാൻസ് ഗ്രൂപ്പും പിന്തുണയ്ക്കുന്നു. ഈ വലിയ ഒരു പ്രസ്ഥാനത്തിൽ, വലിയ മനസ്സുള്ള ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1 കോടി രൂപ കൊടുത്തുകൊണ്ട് ഒരു 4 ഏക്കർ സ്ഥലം ഈ പ്രസ്ഥാനത്തിന് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. ഭാവിയിലും ഇതിൽ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, വൈസ് പ്രസിഡന്റ് കെ മാത്യു, വാർഡ് മെമ്പർ എ പരമേശ്വരൻ, APJ അബ്ദുൽ കലാം ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ PG ജെയിംസ്, ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് ചീഫ് മീഡിയ ഓഫീസർ ഷമീർ ഖാൻ, ടാൽറോപ്പ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൈറാഷ് മസൂദ് തുടങ്ങിയവരും സംസാരിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.